ഹായ് ഫ്രണ്ട്സ്, ടെക്കി ഫോക്കസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ US കാലിഫോർണിയയിലാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. റെസിഡൻസ് ഹോട്ടൽ മാരിയറ്റ് അല്ലേ? റെസിഡൻസ് ഇൻ ബൈ മാരിയറ്റ് എന്ന് പറയുന്ന ഹോട്ടലാണ് നമ്മളിപ്പോൾ 2 വീക്സ് നമ്മൾ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മളെ കമ്പനി തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 2 വീക്സ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വന്ന നാട്ടിലേക്ക് ഇപ്പോൾ നല്ല ചൂടാണല്ലോ. ഇപ്പോൾ കേരളത്തിലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ ഇപ്പോൾ ഒരു 10, 12, 13 ആ ഒരു തണുപ്പാണ്. പക്ഷെ എന്നാലും ഇവിടുത്തെ അപേക്ഷിച്ച് വലിയ തണുപ്പൊന്നും അല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നമ്മളൊരു 35, 40 ആ റേഞ്ചിൽ നിന്ന് പെട്ടെന്ന് 10 വരുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല തണുപ്പാണല്ലേ? നല്ല തണുപ്പാണ്. ഇതാ കുഞ്ചൊക്കെ ഇവിടെ തണുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ജാക്കറ്റും പിന്നെ അതുപോലത്തെ എന്താ പറയുക ഒരു തെർമലും ഒക്കെ ഇല്ലാണ്ട് പുറത്തിറങ്ങൽ തന്നെ ഭയങ്കര പാടാണ്. ചില സമയത്തൊക്കെ നല്ല ഫ്രീസായ പോലെ ഉണ്ടാവും. വൈകിട്ടൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. ഇതിൽ 10 കുറയും. മാത്രമല്ല രാത്രി പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. അത് ഓരോ സമയത്തിനനുസരിച്ചിട്ട് ഇവിടെ സമയം ഈ ഡേക്കൊക്കെ കുറച്ച് അധികം കൂടുതലും കുറവും. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പിംഗ് ആണ്. അടിപൊളി ലാൻഡ്സ്കേപ്പിംഗ് ആണ്. നല്ല കിട്ടിലം വ്യൂ ആണ്. ഈ ഒരു ലൊക്കേഷൻ ഇപ്പോൾ കാലിഫോർണിയയിൽ സണ്ണിവേൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അതായത് സിലിക്കൺ വാലി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സിലിക്കൺ വാലി എന്ന സണ്ണിവേൽ എന്ന സ്ഥലത്താണ് ഈ ഒരു സിലിക്കൺ വാലി. ഈ ഒരു ഏരിയയിലാണ് ചുറ്റുപാടിലാണ് സിലിക്കൺ വാലി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ വൻകിട കമ്പനികളായ ഫേസ്ബുക്ക്, ആപ്പിള്, ഗൂഗിള് തുടങ്ങി ആമസോൺ തുടങ്ങിയ കമ്പനികളൊക്കെ ഈ ഒരു പരിസരത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പെൻസ് എല്ലാം ഭയങ്കര കൂടുതലാണ്. എക്സ്പെൻസ് അല്ലേ? നല്ല എക്സ്പെൻസ് ആണ്. സാധനങ്ങൾക്കും ടാക്സ് ആണെങ്കിലും അതുപോലെ റെൻ്റ് ആണെങ്കിലും എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ. പിന്നെ തണുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവേ US മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ ഒരു കാലിഫോർണിയയിൽ ഈ ഒരു സ്ഥലത്ത് തണുപ്പ് പൊതുവേ ഭയങ്കര താരതമ്യേന കുറവാണ്. ഇതിലേക്കൂടെയുള്ള ഈ വാക്ക് വേ ആണ്. നല്ല രണ്ട് സൈഡിൽ നല്ല പച്ചപ്പുല്ലൊക്കെ ഇങ്ങനെ പാവയിട്ട് നല്ലൊരു വാക്ക് വേ ആണ്. നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പൊക്കെ ഉണ്ട് നമ്മൾ ഈ താമസിക്കുന്ന ഈ ഹോട്ടലിന് മുമ്പിൽ. ഇത് ഒട്ടുമിക്ക എല്ലാ ഹോട്ടലുകളിലും ഇതുപോലത്തെ നല്ല സെറ്റപ്പൊക്കെ ആയിരിക്കും. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുറച്ച് അത്യാവശ്യം നല്ല റേറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്, റെസിഡൻസ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ ഇവിടുത്തെ എന്താ പറയുക റിസപ്ഷൻ ഏരിയ. ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ഹോട്ടലാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി സ്റ്റേ ചെയ്യുന്നത്. 2 ആഴ്ചയാണ് നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് അല്ലേ? 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വേറെ റൂമിലോട്ട് നമ്മൾ സെപ്പറേറ്റ് നമുക്ക് റൂം എടുത്ത് ഇൻഡിപെൻഡൻ്റ് മാറണം. അതെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ കിട്ടിയില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ അവിടെ കാണുന്ന ആ റൂമിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. റൂം ഒന്ന് നമുക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഓക്കെ വാ. ഈ അപ്പാർട്ട്മെൻ്റ് എല്ലാം ഏകദേശം ഒരേ സ്റ്റൈലിലാണ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ വലിയ ഫ്ലാറ്റില്ല. അതിന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഏരിയയിലൊക്കെയുള്ള ഹോട്ടൽസൊക്കെ ഈ ഒരു സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആകെ 1, 2 മാക്സിമം 2 അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ 3 ഫ്ലോർ ഉണ്ടാവും. അത്രയും ഉണ്ടാവും, കൂടുതലൊന്നും ഉണ്ടാവില്ല. കീ ഇല്ലേ? കീ ഇവിടെ സത്യം പറഞ്ഞാൽ ആകെ നമ്മളിങ്ങോട്ട് വന്ന ശേഷം അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടിൽ വന്ന് എല്ലാ പെട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. കൊഞ്ചുവാ. അപ്പോൾ ഇതിന് ഫസ്റ്റ് ഇവിടെ കയറുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഒരു ചെറിയൊരു ഇതെന്താ പറയുക സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ് ശരിക്കത്. അതായത് ഒരു ഹാള്, ഈ ഹാളിൽ തന്നെ ഇവിടെ TV വരും. ടിവിയും ഇവിടുത്തെ ലൈറ്റൊക്കെ ഈ ഒരു സെറ്റപ്പാണ് ലൈറ്റൊക്കെ. പിന്നെ TV പിന്നെ ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു സോഫ സെറ്റി. പിന്നെ അതുപോലെ തന്നെ ഇത് തന്നെയാണ് ബെഡ് ഇവിടെയാണ് ബെഡ് ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം നല്ല 2 സൈഡിലും ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാതെ. ഒരു കിച്ചൺ ഇവിടെയാണ് ഇവിടുത്തെ. അതായത് നമ്മളിപ്പോൾ ഇവിടെ റൂമിൽ ഇവിടെ തൽക്കാലം താമസിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇവിടെ വന്ന് വേണ്ടുന്ന ഒട്ടുമിക്ക എല്ലാ സൗകര്യം ഉണ്ടല്ലോ ഇവിടെ. കുഞ്ഞു ഫാമിലിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കിച്ചണാണിത്. ഫ്രിഡ്ജ് പിന്നെ ഓവനുണ്ട്, സ്റ്റൗവ്, ഗ്യാസ് സ്റ്റവ്. ഇതാണ് ഇവിടുത്തെ ഗ്യാസ് സ്റ്റവ്. ഇൻഡക്ഷൻ സ്റ്റവ്. ഇതാണ് ഇവിടെ തൊട്ടുമിക്ക സ്ഥലങ്ങളിൽ വരുന്ന ഈ ഒരു ടൈപ്പ് സ്റ്റവാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് പ്ലേറ്റ്, ഗ്ലാസ്സിലെ പാത്രങ്ങൾ നമുക്ക് നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ കീപ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഒരു കുഞ്ഞു ടേബിൾ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നമുക്ക് ഡൈനിങ് ടേബിൾ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന. ഇതാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് റൂം വരുന്നത്. പിന്നെ ബാത്റൂം.
ബാത്റൂം കുഞ്ഞു ബാത്റൂമാണ്. ഇവിടുത്തെ എല്ലാ ബാത്റൂമിലും ഇവിടുത്തെ ഏത് സ്ഥലത്താണ് ഇവിടെ ചെറിയ ബാത്ത് ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി ഇവിടെ US ഇപ്പോൾ കാലിഫോർണിയയിൽ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന റൂം. ഒരു 1 BHK എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഇവിടുത്തെ ഒരു നോർമൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് ഏകദേശം $150 അറൗണ്ട് വരുന്നത്. അപ്പോൾ $150 എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാർ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 13 രൂപയുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ ചില സമയത്ത് അത് കൂടും തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ US വരുന്നത്. നമ്മളൊന്ന് സെറ്റിൽ ആകുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ പുതിയൊരു വീടല്ല, ഐ മീൻ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് മാറാൻ, ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ രീതികളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് ശരിക്കും നമുക്ക് മനസ്സിലായിട്ടില്ല ഇവിടുത്തെ എല്ലാ റൂൾസും റെഗുലേഷൻസും ഒക്കെ. നമ്മൾ ട്രിവാൻഡ്രം ടു ഡൽഹി ടു സാൻ ഫ്രാൻസിസ്കോ ആണ്. ഏകദേശം 20 മണിക്കൂർ ട്രാവൽ ഉണ്ട് ഹോള്. ഓവറോൾ 20-22 മണിക്കൂർ എടുക്കും. അതായത് കാലിഫോർണിയയിലത്തെ സാൻ ഫ്രാൻസിസ്കോ ആണ് ഇവിടുത്തെ നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ ഡൽഹി ടു ഡയറക്റ്റ് സാൻ ഫ്രാൻസിസ്കോ എന്നുള്ള എയർപോർട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് സെറ്റിലായതിനു ശേഷം, അതായത് നമ്മൾ റൂമിലോട്ടൊക്കെ മാറി ഒന്ന് സെറ്റിലായതിനു ശേഷം നമ്മൾ പുതിയ ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും സ്റ്റേ ട്യൂൺ ടു ടെക്കി ഫോക്കസ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി.